നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ക്വാളിഫയർ അവസാന റൗണ്ടിലാണ്. യൂറോപ്പിൽ ഇന്നും നാളെയുമായിട്ട് ക്വാളിഫയർ മത്സരങ്ങൾ കഴിയും. പിന്നെ കുറച്ച് പ്ലേ ഓഫ് മത്സരങ്ങളെ ബാക്കിയുള്ളത് മാർച്ചിൽ നടക്കും. അപ്പോൾ വമ്പന്മാരൊക്കെ ഇങ്ങനെ യോഗ്യത ഉറപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആര് തട്ടി വീഴുമെന്നാണ് ഇനി അറിയേണ്ടത്. ഇറ്റലി പ്ലേ ഓഫിലേക്ക് വീണുപോയി. ഹംഗറി നോക്കുക, പ്ലേ ഓഫ് പോലും കിട്ടാതെ ഒരു ഘട്ടത്തിൽ അവർ യോഗ്യത പോലും ഡയറക്റ്റ് നേടുമെന്ന് കരുതിയെടുത്ത് നിന്ന് താഴേക്ക് പോയി. അയർലൻഡ് ആവട്ടെ അസാധ്യമെന്ന് കരുതി സാധിച്ച് പ്ലേ ഓഫ് യോഗ്യതയെങ്കിലും ഉറപ്പാക്കി. ഇന്നലെ യോഗ്യത നേടിയത് നോർവേ. 1998 വേൾഡ് കപ്പിലാണ് അവസാനമായി നോർവേ കളിച്ചത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ടോറാന്ത്രെ ഫ്ലോ അടങ്ങുന്ന അവരുടെ ടീം. ആ ടീമിന് ശേഷം ഇതാ എത്ര കാലത്തിന് ശേഷമാണ് ആ ടീം വേൾഡ് കപ്പിന് യോഗ്യത നേടുന്നത്. മിസ്റ്റർ ഏർലിംഗ് ഹാലൻഡ്. എന്തൊരു കളിയാണ് അവൻ. ഗോളടിച്ചങ്ങ് തിമിർക്കുകയാണ്. ടീം ഗോളടിച്ചങ്ങ് തിമിർത്തു. വേൾഡ് കപ്പിന് യോഗ്യതയും ഉറപ്പാക്കി. ഇന്നലെ പോർച്ചുഗൽ വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കി. അർമേനിയയെ 9-1 തോൽപ്പിച്ചത്. ക്രിസ്ത്യാനോ ഇല്ല, പക്ഷെ ഗോളടിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അത് തെളിയിച്ചവർ 9-1. പിന്നെ ഇതുവരെ 32 ടീമുകളാണ് യോഗ്യത നേടിയത്. പഴയ വേൾഡ് കപ്പ് ആണെങ്കിൽ 32 ടീമുകൾ വെച്ചിട്ടാണല്ലോ കളിക്കുക. കഴിഞ്ഞ തവണത്തെ വേൾഡ് കപ്പ് വരെ അങ്ങനെയാണ്. എന്നാൽ ഇത്തവണ 48 ടീമുകളുടെ വേൾഡ് കപ്പാണല്ലോ. അപ്പോൾ ഇനിയും 10-16 ടീമുകളുടെ ക്വാളിഫിക്കേഷൻ ഉറപ്പാവാനുണ്ട്. അതിൽ കുറച്ചൊക്കെ ഇന്നും നാളെയുമായിട്ട് ഉറപ്പാവും. പിന്നെ മാർച്ചിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ, അത് ഇൻ്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫും ഉണ്ട്, യൂറോപ്യൻ മേഖലയിൽ പ്ലേ ഓഫും ഉണ്ട്. പക്ഷേ അതിനിടയ്ക്ക് ഡിസംബർ 5 നമുക്ക് ഫിക്സർ നിർണ്ണയ നറുക്കെടുപ്പുമുണ്ട്. അപ്പോൾ ഇതുവരെ വേൾഡ് കപ്പിന് യോഗ്യത നേടിയ ഈ 32 ടീമുകൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കിയാണ്. ആദ്യം നമുക്ക് AFC എടുക്കാം. AFCയിൽ നിന്ന് 8 ഡയറക്റ്റ് സ്പോട്ടുകളും ഒരു പ്ലേ ഓഫ് ടൂർണമെൻറ്റ് പ്ലേസുമാണുള്ളത്. സോ ആ 8 ഡയറക്റ്റ് സ്പോട്ടുകളും ഇപ്പോൾ ഫില്ലായി. ഓസ്ട്രേലിയ, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ, ജപ്പാൻ, ജോർദാൻ, കൊറിയ റിപ്പബ്ലിക്ക്, ഖത്തർ, സൗദി അറേബ്യ, ഉസ്ബെക്കിസ്ഥാൻ ടീമുകളാണ് ആ 8 ഏഷ്യൻ പ്രതിനിധികൾ. അടുത്ത നമ്മൾ നോക്കുന്നത് CAF ആണ്. CAFൽ നിന്ന് 9 ഡയറക്റ്റ് സ്പോട്ടുകളും ഒരു പ്ലേ ഓഫ് ടൂർണമെൻറ്റ് പ്ലേസുമാണുള്ളത്. ആ 9 സ്പോട്ടുകളിൽ ആരൊക്കെയാണെന്ന് നോക്കാം. ആഫ്രിക്കൻ മേഖലയാണ് CAF. അൾജീരിയ, കേപ്പ് വെർഡെ, കോറ്റ് ഡി ഐവറി എന്ന് പറഞ്ഞാൽ ഐവറി കോസ്റ്റ്, ഈജിപ്റ്റ്, ഘാന, മൊറോക്കോ, സെനഗൽ, സൗത്ത് ആഫ്രിക്ക, ടുണീഷ്യ. ഇപ്പോൾ അവിടുന്ന് കാമറൂൺ, നൈജീരിയ അവരൊക്കെ വേൾഡ് കപ്പിന് ടിക്കറ്റ് ഇല്ലാതെ പുറത്തായി കഴിഞ്ഞു എന്നർത്ഥം. ഇനിയിപ്പോൾ പ്ലേ ഓഫിന് യോഗ്യത നേടിയിട്ടുള്ള DR കോങ്കോയാണ്, ഇൻ്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫിന്. അപ്പോൾ അവർ കടക്കുമോ എന്നുള്ളത് കണ്ടറിയണം. അത് നമ്മൾ നോക്കുന്നത് കോൺകക്കാഫാണ്. കോൺകക്കാഫിൽ 6 ഡയറക്റ്റ് സ്പോട്ടുകളുണ്ട്, 2 പ്ലേ ഓഫ് ടൂർണമെൻറ്റ് പ്ലേസസും ഉണ്ട്. പക്ഷേ ഇതുവരെ കോൺകക്കാഫിൽ നിന്ന് ആരും യോഗ്യത ഉറപ്പാക്കിയിട്ടില്ല. വരും ദിവസങ്ങളിൽ അതിൽ വ്യക്തത വരും. അതേസമയം കോൺകക്കാഫ് മേഖലയിലുള്ളവരാണ് ഹോസ്റ്റ് ചെയ്യുന്നത് മത്സരം. ഹോസ്റ്റുമാരായിട്ട് 3 ടീമുകൾ, കാനഡ, മെക്സിക്കോ, USA 3 ടീമുകൾ ഹോസ്റ്റുമാർ എന്ന നിലയിൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. അടുത്ത നമ്മൾ നോക്കുന്നത് കോൺമെബോളാണ്, അതായത് സൗത്ത് അമേരിക്കൻ മേഖല. കോൺമെബോൾ നോക്കുമ്പോൾ 6 ഡയറക്റ്റ് സ്പോട്ടുകളും ഒരു പ്ലേ ഓഫ് ടൂർണമെൻറ്റ് പ്ലേസുമാണുള്ളത്. അപ്പോൾ 6 ഡയറക്റ്റ് സ്പോട്ടുകൾ അവിടെ നിന്ന് അർജൻറ്റീന, ബ്രസീൽ, കൊളംബിയ, ഇക്കഡോർ, പരാഗ്വായ്, ഉറുഗ്വായ് ടീമുകൾ നേടിയിട്ടുണ്ട്. ഓഷ്യാനിയയിൽ നിന്ന് 1 ഡയറക്റ്റ് സ്പോട്ടേ ഉള്ളൂ. അത് ന്യൂസിലാൻഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. യുവേഫയാണ് അടുത്തത്. യുവേഫയിൽ നിന്ന് 16 ഡയറക്റ്റ് സ്പോട്ടുകളുണ്ട്. അതിൽ 12 സ്പോട്ടുകൾ ഈ ഇന്നും നാളെയൊക്കെ ആയിട്ട് ഫില്ലാവും. ഓൾറെഡി ഇപ്പോൾ 5 സ്പോട്ടുകൾ ഫില്ലായി കഴിഞ്ഞു. ബാക്കി ഇന്നും നാളെയൊക്കെ ആയിട്ട് ഫില്ലാവും. ബാക്കി 4 സ്പോട്ടുകൾ അവർ മാർച്ച് മാസത്തിലെ ക്വാളിഫയറിന് ശേഷം, മാർച്ച് മാസത്തിലെ പ്ലേ ഓഫ്, ക്വാളിഫയർ തന്നെയാണ് അതിൻ്റെ പ്ലേ ഓഫ്, ആ പ്ലേ ഓഫ് കഴിയുമ്പോഴാണ് വ്യക്തമാവുക. അപ്പോൾ യുവേഫയിൽ ഇപ്പോൾ ഇംഗ്ലണ്ടും ഫ്രാൻസും ക്രൊയേഷ്യയും നോർവേയും പോർച്ചുഗലും യോഗ്യത നേടിയിട്ടുണ്ട്. ബാക്കി ടീമുകൾ ഇന്നത്തോടുകൂടി അല്ലെങ്കിൽ നാളത്തോടുകൂടി വ്യക്തമാവും. ജർമ്മനിക്ക് ഇന്ന് സമനില മതി, നെതർലൻഡ്സിൽ നിന്ന് സമനില മതി. അപ്പോൾ അങ്ങനെ
കാര്യങ്ങൾ നല്ല രൂപത്തിൽ പുരോഗമിക്കുകയാണ്. കാത്തിരിക്കാം ഇത്തവണത്തെ വേൾഡ് കപ്പ് പോരാട്ടത്തിനായി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.